മാല്യങ്കര SNM IMT എഞ്ചിനീയറിംഗ് കോളേജിൽ PTA വാർഷിക പൊതുയോഗം നടന്നു. മാല്യങ്കര SNM IMT എഞ്ചിനീയറിംഗ് കോളേജിലെ വാർഷിക PTA ജനറൽ ബോഡി യോഗത്തിൽ HMDP സഭാ പ്രസിഡന്റ് KV അനന്തൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. എന്താണെന്നറിയില്ല, രക്ഷാകർത്താക്കളിൽ പലപ്പോഴും കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചുമതല കഴിയുന്നത് വിചാരിച്ചിട്ടാണെന്നറിയില്ല. അതേ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഒരു പ്രധാന കടമ ഈ കാര്യത്തിൽ രക്ഷാകർത്താക്കൾക്ക് തന്നെയാണ്. പക്ഷെ കാലങ്ങൾ മാറിക്കഴിയുമ്പോൾ ആ കാര്യങ്ങളിലും വ്യത്യാസം വരുന്നുണ്ട്. രക്ഷിതാക്കൾ കുട്ടികളെ നിയന്ത്രിക്കുന്നതിന് പകരം കുട്ടികളെ രക്ഷിതാക്കളെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നില്ല എന്നൊരു ആശങ്കയായിരിക്കും. താഴെ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ പഠിപ്പ് തുടങ്ങുമ്പോൾ ആ കുട്ടികളുടെ കാര്യത്തിൽ രക്ഷാകർത്താക്കൾക്ക് വളരെ താല്പര്യമുണ്ടാകും. പിന്നെ അങ്ങനെ മുകളിലേക്ക് പോകുന്നവരും ആ കാര്യത്തിൽ താല്പര്യം കുറവ് വരിക. അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ കുട്ടികളാണ് പറയുക, രക്ഷാകർത്താക്കളോട് പറയുക എന്ന തരത്തിലാണ് എന്ന് പറഞ്ഞത്. ഒരു കാലത്ത് രക്ഷാകർത്താക്കളുടെയും അതുപോലെ കുട്ടികളുടെയും താല്പര്യം വൈസ് പ്രസിഡന്റ് ഡോക്ടർ രേഖ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ P. ആത്മാറാം സ്വാഗതം ആശംസിച്ചു. ഏതെങ്കിലും ചെറിയ ഒരു സ്ഥാപനത്തിലായിരിക്കും ഓക്സ്ഫോർഡിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്ന് അഡ്മിഷൻ എടുത്ത് കുട്ടികൾക്കുള്ളൂ. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് എല്ലാവരും കൊണ്ടുപോകുന്നു. PTA സെക്രട്ടറി NV ചിത്ര വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സഭാ സെക്രട്ടറി KS ബാലസുബ്രഹ്മണ്യൻ അനുഗ്രഹ പ്രഭാഷണവും അവാർഡ് ദാനവും നടത്തി. കോളേജ് മാനേജർ PB രതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. SNM പോളിടെക്നിക് കോർഡിനേറ്റർ KG സാബു, സിവിൽ വിഭാഗം മേധാവി KR രേഷ്മ, പ്ലേസ്മെന്റ് ഓഫീസർ സിന്ധ്യ വിനോദ്, PTA എക്സിക്യൂട്ടീവ് അംഗം ES പ്രസാദ് എന്നിവർ സംസാരിച്ചു. PTA ട്രഷറർ KR അക്ഷയ കണക്കുകൾ അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി പ്രിൻസിപ്പൽ ഡോക്ടർ P. ആത്മാറാം, വൈസ് പ്രസിഡന്റായി ഡോക്ടർ രേഖ ദേവദാസ്, ട്രഷററായി ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ KR, സെക്രട്ടറിയായി മെക്കാനിക്കൽ വിഭാഗം മേധാവി NV ചിത്ര എന്നിവരെ തിരഞ്ഞെടുത്തു. ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവി TB ബിൻറോയ് ചടങ്ങിൽ നന്ദി പറഞ്ഞു.